ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ രുചിയായിട്ടാണ്. ഗോതമ്പ് റവ അഥവാ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള അതിരുചികരമായിട്ടുള്ള ഉപ്പുമാവാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ഗോതമ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ പായസം, കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അത്യാവശ്യം വലിയ തരികളോട് കൂടിയിട്ടുള്ള ഗോതമ്പ് റവയാണ്. ഞാനിതൊരു 4 തവണ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നെയ്യ് നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ഗോതമ്പ് റവ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു ഗ്ലാസ് റവയ്ക്ക് വേണ്ടത് 2.5 ഗ്ലാസ് വെള്ളമാണ്. വെള്ളം കറക്റ്റ് അളവിൽ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. കൂടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. അപ്പോഴേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ഗോതമ്പ് റവ കുക്കായി കിട്ടും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് വിസിൽ വെച്ച് കൊടുക്കാം. ഒരു 8 വിസിൽ വന്നോട്ടെ. ഗോതമ്പ് റവയ്ക്ക് അത്യാവശ്യം നല്ല വേവുള്ളതാണ്. ഇപ്പോൾ ഇതാ 8 വിസിലെല്ലാം വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി ഇത് തുറന്നു നോക്കാം. രണ്ടോ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ വളരെ കറക്റ്റാണ്. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നന്നായിട്ട് വെന്തുടഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് ചെറുതായി ഒന്ന് ഞെങ്ങുന്ന പാകത്തിലായിരിക്കണം. ഇനി ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഉപ്പുമാവ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന്, 6 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഐറ്റംസ് എല്ലാം നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഐറ്റംസ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയി തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് റവ ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല നാടൻ രുചിയിലുള്ള ഗോതമ്പ് റവ ഉപ്പുമാവാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവ് റെസിപ്പി കൂടിയാണിത്. ഇനി ഇതിലോട്ടൊരു അരമുറി തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങ ചേർക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുന്നത്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വയ്ക്കാം. ഒന്ന് ആവി കയറിക്കോട്ടെ. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തുറന്നു നോക്കാം. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ഗോതമ്പ് റവ ഉപ്പുമാവ് റെഡി. നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടുള്ളത്. എന്തൊരു രുചിയാണെന്നറിയാം ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗോതമ്പ് റവ ഉപ്പുമാവ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.